അപ്പോൾ യഥാർത്ഥത്തിൽ സമാധാനം എവിടെയാണ്? ഞാൻ വാരി വലിച്ചൊരു വിഷയം ഒന്നും പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞ ഒരൊറ്റ വിഷയം, പിന്നെ കല്യാണം വേണ്ട, കല്യാണം വേണ്ട, ബാഗേജിയിൽ ഷൂസ് മണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം, 100cc ബൈക്കും അതിലൊരു പൂജാപട്ടും വേണം. പണ്ടൊരു പാട്ട് നമ്മുടെ കലാലയങ്ങളെ വല്ലാതെ ഇളക്കി മറിച്ചൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ വരി ഇങ്ങനെയാണ്: പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. ഇന്ന് കലാലയത്തിൽ എങ്ങനെയാണോ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, കുടുംബജീവിതത്തെ തകർക്കുന്നത്, അമിതമായ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഇളക്കി മറിച്ചൊരു പാട്ടാണ്. അന്നും ഇത് തന്നെ: പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. ഈ പറന്ന് നടക്കുന്ന പക്ഷികൾ കല്യാണം കഴിച്ചിട്ടാണ് അവകൾ ഇങ്ങനെ വെട്ടുവരിക. മോനെ, അതുകൊണ്ടാണ് അപൂർവ വംശത്തിൽപ്പെട്ട പക്ഷികളെ കണ്ടെത്തി. യഥാർത്ഥത്തിൽ അള്ളാഹു പറയാണ്, ഒരു ആണും ഒരു പെണ്ണും, ആ പെണ്ണും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവേണ്ടത് എവിടെയാണ്? അവന്റെ കൊച്ചുവീട്ടിൽ. ആ വീട്ടിൽ അള്ളാഹു വീടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞെന്നറിയോ? വീടിനെ നിങ്ങൾക്ക് തന്നല്ല. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അള്ളാഹുവാണ് നിങ്ങളുടെ വീടുകളിൽ സമാധാനത്തെ തന്നവൻ. നിങ്ങളുടെ വീടുകളിൽ സമാധാനം തന്നതാരാ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹുവാണ് നിങ്ങളുടെ വീടുകളിൽ സമാധാനത്തെ തന്നവൻ. പടച്ചവന്റെ സമാധാനം ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നവർ അവരവരുടെ ജോലി എന്താണ് എന്നറിയണം. ഞാൻ ചുരുക്കി പറയാം, പെട്ടെന്ന് പറയാം. ഭാര്യക്ക് എന്താ റോള്? കോഴിക്കോട് ഗാർഹിക പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു പാവപ്പെട്ട പെണ്ണ് നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഡോക്ടറായിരുന്നു, പക്ഷെ ആ ഡോക്ടർ ജീവിതം പഠിച്ചു. ആ പാവപ്പെട്ട പെൺകുടി ഇതാണ് ജീവിതം എന്ന് അവള് തെറ്റിദ്ധരിച്ചു. MBBS-ന് മുമ്പിൽ ഡോക്ടർ ഷഹന ചെയ്ത തെറ്റെന്നറിയോ? MBBS-ന് പാസ്സായ പൊന്നുമോള് ചെയ്ത ഒരു തെറ്റുണ്ടെന്നറിയോ? ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അവളുടെ പഠനാവശ്യത്തിന് വേണ്ടി കീറി മുറിച്ച മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ പഠനത്തിന് വിധേയമാക്കുമ്പോഴും അതിന്റെ ഉള്ളിലും ചില ക്രൂരന്മാരുടെ ഹൃദയത്തെ ഇങ്ങനെ വായിക്കണമെന്ന പാവം പെൺകുട്ടി ഓപ്പറേഷൻ ടേബിളിൽ പഠിക്കാതെ പോയി. കീറിമുറിക്കപ്പെട്ട ശരീരത്തിന്റെ ഉള്ളിൽ ബയോളജി മാത്രം പഠിച്ചപ്പോ അതിന്റെ ഉള്ളിലുള്ള മനുഷ്യന്റെ അത്യാർത്ഥയുടെ ദുരാഗ്രഹത്തിന്റെ എത്ര കിട്ടിയാലും തികയാത്ത ചില മനുഷ്യരുടെ ഹൃദയത്തെ അവൾ പഠിക്കാതെ പോയി. ആ കടന്ന ടേബുകളിൽ സ്വന്തം മകന് മീശ നന്നായിട്ട് കട്ടിക്ക് വരുമ്പോ അവനെ വിലപേശിയിട്ട് ആരാന്റെ പെണ്ണിനെ വളർത്തുന്ന വാപ്പാന്റെ വിയർപ്പ് കാശ് പറഞ്ഞു വാങ്ങിക്കുന്നതിലെ അത്യാഗ്രഹിയായ ആൺകുട്ടികളുടെ പിതാക്കന്മാരുടെ മാത്തമാറ്റിക്സ് പഠിക്കാതെ പോയി. ചില ആളുകളുണ്ട്, മകന്റെ മീശയ്ക്ക് കട്ടി വരുമ്പോൾ അയാൾ അപ്പോഴേ കണക്ക് കൂട്ടും. 100 പവൻ, 50 ലക്ഷം, ഒരു കാറ്. യഥാർത്ഥത്തിൽ നീ ചോദിക്കുന്നത് ഒരു മകള് പിറന്നു പോയതിന്റെ പേരിൽ ഒരു ആയുസ്സും മുഴുവനും തന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു പിതാവ്. അതിനാണ് മാറ്റം വരേണ്ടത്. സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ വിവാഹച്ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിന്റെ ഒരു ശാപമാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ പിതാവിനോട് ചോദിക്കുന്നു, എന്താണ് 20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് മോളെ കെട്ടിച്ചത്. അപ്പൊ 20 വർഷം ആ മനുഷ്യൻ തന്റെ രക്തത്തെ വിയർപ്പാക്കി മാറ്റിയത് ഈ മകളെ ഒന്ന് കല്യാണം കഴിക്കാനാണ്. ഒരു മകൾ തന്റെ ഭാര്യയുടെ ഉദരത്തിൽ പ്രസവിച്ചു പോയാൽ അവളെ ഒന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പാവപ്പെട്ട പിതാവ് 20 വർഷം കഷ്ടപ്പെടണം എന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കാൻ നമുക്ക് കഴിയണ്ടേ? എന്റെ യുവാക്കൾക്കൊരു നാണമുണ്ടാവണ്ടേ? ഇത്രയും ആരോഗ്യമുണ്ടായിട്ട്, ഇത്രയും ശരീരമുണ്ടായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പിതാവ് തരുന്നത് കൊണ്ട് എനിക്ക് ഞാൻ ആമാശയെ നിറക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ എത്രത്തോളം താഴ്ന്നവരാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ അവരോട് വില പറഞ്ഞ് ചോദിക്കാൻ? കൊടുക്കുന്നവര് കൊടുത്തോട്ടെ. വില പറയാൻ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോ
ഈ ഡോക്ടർമാരോടും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും ഞാൻ ഓർമ്മിപ്പിക്കാൻ രണ്ട് ദുഃഖകരമായ വാർത്തകൾ. കാമുകൻ എന്നോട് ഇഷ്ടം പറഞ്ഞ ആൾ സ്ത്രീധനത്തിന് വിലപേശി തന്നെ നമ്പർ ബ്ലോക്കാക്കിയപ്പോ ജീവിതം അവസാനിപ്പിക്കുന്ന പെങ്ങളെ, നീ എവിടെ നിന്നാണ് ജീവിതം പഠിച്ചത്? പടച്ചവൻ തന്ന ഒരു ആയുസ് വേറെ ആർക്കോ വേണ്ടി നശിപ്പിക്കാനുള്ളതാണോ? ഗാർഹിക പീഡനത്തിൽ മനംനൊന്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്റെ സഹോദരിമാരെ, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. നിനക്ക് വില പറഞ്ഞവന്റെ മുമ്പിൽ, നിന്നെ അവഹേളിച്ചവന്റെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവന്റെ മുമ്പിൽ, നിന്നെ ചവിട്ടിത്താഴ്ത്തിയവന്റെ മുമ്പിൽ തല ഉയർത്തിയിട്ട് ജീവിച്ച് കാണിക്കണം. അതാണ് സ്ത്രീ. ആ കരുത്തുണ്ടാവണം സ്ത്രീക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സ്ത്രീധനം എന്ന ദുരാചാരത്തിന്റെ മേൽ നമ്മൾ കൈവക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇവിടെ ഒന്ന് സ്ത്രീധനം, രണ്ടാമത്തേത് ഗാർഹിക പീഡനം. ആ വരുന്ന ഒരു വീഡിയോയിലുണ്ട്. അടിക്കാൻ പോകുന്ന ആള് ചോദിക്കുന്നുണ്ട്, ആണുങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നോടി, ആണുങ്ങളുടെ മുമ്പിൽ പെണ്ണ് ശബ്ദമുയർത്താൻ പാടില്ല എന്ന ഒരു അലിഖിത നിയമം നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പറ്റിയ പറയാം സമയമുണ്ടെങ്കിൽ. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യക്കും ഭർത്താവിനും എന്താണ് ജോലി, ആ ജോലിയാണ് നമ്മൾ അറിയേണ്ടത്. എന്നാലേ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂ. ഭാര്യ ഇണകൾ എന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് എന്നാൽ ആണുങ്ങൾക്ക് തീരെ അത് പിടിക്കണില്ല. ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് ഭരിക്കുന്നവൻ. ഭരിക്കാനുള്ള അവകാശവും തന്നിട്ടില്ല. അവൾ ഭരിക്കപ്പെടേണ്ടവളാണ് എന്ന വിധേയത്വവും അത് ഭാഷയുടേതാണ്. ഖുർആനിൽ എവിടെയും നിങ്ങളെ രണ്ടുപേരെയും തുല്യ പ്രാധാന്യമുള്ള ഇണകളായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇണകളാണ്, ഭാര്യ ഭർത്താവും ഇല്ല. അത് നമ്മുടെ മലയാള ഭാഷയുടേതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതോ സൗജൈനി, ഇണകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സാന്ത്വനം നൽകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തെ പങ്കിട്ടെടുക്കുന്ന തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഇണകളായിട്ടാണ് ഈ കൊക്കുരുമ്മി നിൽക്കുന്ന ഈ മാടപ്രാവുകളെ പോലെ പരസ്പരം പ്രണയാർദ്രമായി ജീവിക്കുന്ന രണ്ട് ഇണകളായിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഭാര്യ ഭർത്താക്കന്മാരെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സാങ്കേതിക പദത്തിൽ ഭാര്യ എന്ന് പറയാൻ പരസ്പരം പ്രണയാതുരമായി, സ്നേഹാതുരമായി, സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും പങ്കുവെച്ചും അലിഞ്ഞു ചേരുന്ന ഒന്നിനെയാണ് ഖുർആൻ പറയുന്നത് സൗജൈനി, ഇണകൾ. ഭാര്യ ഭർത്താവ് എന്നത് മലയാള ഭാഷയാണ്. അങ്ങനെ പലതുണ്ട്. ആട്ടേയും നമ്പലാം, പാറ്റേയും നമ്പലാം, കാട്ടാനയും നമ്പലാം, കാട്ടുപുലിയെയും നമ്പലാം, ചേല ചുറ്റിയ പെണ്ണിനെ നമ്പിനാൽ തണ്ടലാം. നിങ്ങൾക്ക് തമിഴ് അറിയാലോ? ഇവിടെ തമിഴ് പറയണേ, കൊഞ്ചം കൊഞ്ചം. ഒരു മലയാളം തമിഴും എല്ലാം കൂടെ സാമ്പാർ ഊത്തട ഊത്ത് കസണം വിടും തട്ട വിടും തൊട്ട്. ആറ്റയെയും നമ്പലാം, പാട്ടയെയും നമ്പലാം, കരിമ്പുലിയെയും നമ്പലാം, കാട്ടാനയും നമ്പലാം, ചേല ചുറ്റിയ പെണ്ണിനെ നമ്പനാൽ തണ്ടലാം എന്ന് പറഞ്ഞ ഞാനല്ല. തിരുവള്ളുവരുടെ തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതില് തിരുക്കുറൽ പറഞ്ഞതാണ്, തിരുവള്ളുവർ പറഞ്ഞതാണ് തിരുക്കുറലിൽ സ്ത്രീയെ കുറിച്ച്. ചങ്ങമ്പുഴ പറഞ്ഞ എന്താണെന്നറിയോ? തക്കമ്പോൾ പറയുവാനുള്ളൊരാ സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്നു വിളിച്ചിടാം എന്ന് ചങ്ങമ്പുഴ സ്ത്രീ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചങ്ങമ്പുഴ പറഞ്ഞത് പട്ടിയെയും പെണ്ണിനെ ഭാര്യയെയും എത്രത്തോളം തല്ലാമോ അത്രത്തോളം തല്ലാം എന്നാണ്. ലാ ബൗലായെ, സ്ത്രീ ഒന്നാം ദിവസം ഭാര്യയും, സ്ത്രീ ഒന്നാം ദിവസം ഭാര്യയും, രണ്ടാം ദിവസം അതിഥിയും, മൂന്നാം ദിവസവും ശല്യവുമാണെന്ന് ബെഞ്ചമിൻ. ലോകത്തെല്ലാവരും പറയാ സമാധാനമില്ല, സമാധാനം ഇല്ല. എവിടെ സമാധാനം കിട്ടുക? കള്ളു കുടിക്കണവനോട് നിങ്ങൾ ചോദിക്കുക, എന്തിനാ കള്ളു കുടിക്കണം? എല്ലാം മറന്നു ഉറങ്ങാൻ. ലഹരിക്ക് അടിമയായ ഒരുത്തിനോട് ചോദിക്കുക, നീ എന്തിനാണ് ഇങ്ങനെ ലഹരി? എന്റെ സങ്കടങ്ങൾ മറക്കാൻ. വഴിതെറ്റി നടക്കുന്ന ഒരാളോട് ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ? വീട്ടിൽ പോകാതെ കടത്തിണ്ണയിൽ ഇരിക്കുന്നവനോട് ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ? എല്ലാം മറക്കാൻ, സമാധാനം കിട്ടാൻ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ചതാരാ?
നമ്മുടെ ഹൃദയത്തെ സൃഷ്ടിച്ചതാരാ? 1 മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്ന 2 സ്പന്ദനങ്ങളുടെ ഇടയിൽ 0.34 0.34 സെക്കൻഡുകളുടെ ഇടയിൽ വിശ്രമം കൊടുത്ത് 1 മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്ന ഈ ഹൃദയത്തെ നമുക്ക് തന്നതാരാ? നിങ്ങൾക്ക് കേൾക്കാനുള്ള ചെവികളെയും കാണാനുള്ള കണ്ണിനെയും തുടികൊട്ടുന്ന ഒരു ഹൃദയത്തെയും തന്നത് ഞാനല്ലയോ? ആ ഹൃദയത്തിന്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, ചേട്ടകളെ, നിശ്ചേട്ടകളെ, സമാധാനത്തെ, അസമാധാനത്തെ എല്ലാം അറിയുന്നവൻ അല്ലാഹുവാൻ. അല്ലാഹു പറയാൻ, സമാധാനം വേണോ? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് സമാധാനമുണ്ടാവൂ. അവനവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓലപ്പുരയ്ക്കുള്ളിലെ അത് ചിലപ്പോൾ റെയിൽവേ പുറമ്പോക്കിലെ ഒരു ചെറിയ നീല ടാർപ്പായ വിരിച്ചു കെട്ടിയ ഒരു ചെറിയ കുടിലാവാം, അതല്ലെങ്കിൽ മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റ് സൗധമാവാം. ഏതായാലും ഒരു മനുഷ്യന് ഏറ്റവും അവന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ആ സമാധാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അവന്റെ വീടാണ്. ഞാൻ പറഞ്ഞല്ല, ഖുർആൻ സൂറത്തുർ റൂം, ലിതസ്കുനൂ ഇലൈഹാ. കല്യാണം എന്തിനാണ്? സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. പരസ്പരം സമാധാനിപ്പിക്കാൻ, പരസ്പരം ആശ്വാസം പകരാൻ, പരസ്പരം സന്തോഷം പകരാൻ, ഇല്ലായ്മകളെയും വല്ലായ്മകളെയും നേരിടാൻ, സങ്കടങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോ നിന്റെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ, സങ്കടം വന്ന് തളരുമ്പോ ഈ മുഖം കൊണ്ടുപോയി ചേർത്തു വെക്കാൻ, നിന്നെ താങ്ങി നിർത്താൻ ഒരു ചുമലുണ്ടെങ്കിൽ, കണ്ണ് നിറയുമ്പോൾ തുടച്ചു തരാൻ ഒരു കരം നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ, ജീവിക്കാൻ നിനക്ക് പിന്നെ വേറൊന്നും വേണ്ട. ജീവിക്കാൻ നിനക്ക് വേറൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ സമാധാനം കിട്ടുന്ന എവിടെയാ? അടൂര ബാറിലാണോ? ആ സമാധാനം എത്ര വരെ? അരമണിക്കൂർ. കെട്ടിറങ്ങിയാലോ? കെട്ട് വീണപ്പോ പൊട്ടിച്ചതിന്റെ കഥ ഓർത്ത് വീണ്ടും അസമാധാനമാണ്. ഞാൻ സമയം വളരെ കുറവായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മളെല്ലാവരും ഒരു കൊച്ചു വീട്ടിൽ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഒരു ചെറിയ വീട്ടിൽ 1000 സ്വപ്നങ്ങളുമായി, കണക്കുകൂട്ടലുകളുമായി, ജീവിതത്തിന്റെ പെടാപ്പാടുകളുമായി, ഒരു കുടുംബനാഥനും ഒരു കുടുംബനാഥയുമായി ജീവിക്കുന്ന ആളുകളാണ് നാം. അല്ലേ? ആണോ അല്ലേ? നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ഒരു വിഷയം മിശ്ര വിവാഹം വേണ്ട എന്ന് തന്നെ വാദിക്കുന്ന, വിവാഹം എന്നത് ഒരു അബദ്ധമാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം ഒരു കുടുംബ ജീവിതമാണ് എന്ന് പറയുന്ന സംവിധായകനും ആ സംവിധായകൻ ഡയറക്ഷൻ ചെയ്ത ഫിലിം ഏറ്റവും വലിയ ഹിറ്റായി മാറുകയും അതിന്റെ ഒരു മെസ്സേജ് എന്ന രീതിയിൽ നമ്മുടെ യുവതലമുറ വിവാഹം, കുടുംബജീവിതം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന തെറ്റാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന ഒരു മെസ്സേജ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ ഇത് പറയുന്നത്. എനിക്ക് ആമുഖം പറയാനല്ല സമയമില്ല, 1 മണിക്കൂറാണ് എന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആരോടെങ്കിലും പുതിയ സംവിധായകൻ, ആ സംവിധായകൻ ഒരു കോളേജിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുന്നു. അവിടെ വരുന്ന യുവാക്കളോട് അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞാൽ ആ സമൂഹം, വിദ്യാർത്ഥികൾ വഴിതെറ്റുമെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ക്ഷണം നിരസിക്കപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിച്ച മതിയാകൂ എന്ന് മറുവിഭാഗം പ്രസംഗിക്കാൻ വേദി ഒരുക്കുന്നു. ആ സംവിധായകന്റെ പുതിയ ഹിറ്റായ സിനിമയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ മോഡൽ സിനിമയാണ്. കുടുംബജീവിതങ്ങൾ തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? 5 മിനിറ്റ് കൊണ്ട് കൃത്രിമമായി അഭിനയിക്കുന്ന റീലുകൾ കണ്ടിട്ട് അതാണ് റിയൽ ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതങ്ങളാണ് പലപ്പോഴും തകർന്നു പോവുക. 5 മിനിറ്റത്തെ റീലുകളാണ് ജീവിതം എന്ന് കരുതുന്നവർ, അത് പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന് അയച്ചു കൊടുക്കുന്നവർ, ആ റീലുകളാണ് ജീവിതം എന്ന് കരുതുന്നവർ, കൃത്രിമമായ അഭിനയത്തിന്റെ പാഠങ്ങളെ യഥാർത്ഥ ജീവിതവുമായി ചോർത്തുവെക്കുന്നവർ. അങ്ങനെ വിവാഹം എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. ആ വിവാഹത്തിന് ശേഷമുണ്ടാകുന്ന കുടുംബജീവിതം ഒരു ആണിന്റെയും പെണ്ണിന്റെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന ഒരു വലിയ സന്ദേശം നമ്മുടെ ഒരു യുവാക്കളുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്.
ആ നടക്കുന്നത് ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ ഒരു ചോദ്യം ഉണ്ടാവാം, കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ? കല്യാണം കഴിച്ചില്ലെങ്കിൽ വ്യവസ്ഥാപിതമായ ഒരു നിയമത്തിലൂടെ ഇവിടെ മനുഷ്യന്റെ തലമുറ ഉണ്ടായില്ലെങ്കിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ലോകത്തിലെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ഹോമോസോപ്പിയൻ ജീവി എന്ന് ശാസ്ത്രം പേരിട്ട ലോകത്തിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യവർഗത്തെ കാണണമെങ്കിൽ ഏതെങ്കിലും മ്യൂസിയത്തിന്റെ നടയിലെ പ്രതിമകളിലേക്ക് മാറേണ്ടി വരുമെന്ന കാര്യം ഓർത്തുകൊള്ളുക. വിവാഹം എന്ന് പറയുന്ന ഒരു കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് എന്തിനാണ്? ദിനോസറുകളെ പോലെ, മാമത്തുകളെ പോലെ, അപൂർവമായ ചിത്രശലഭങ്ങളെ പോലെ ഈ ലോകത്തില്ലാതാവേണ്ടതല്ല മനുഷ്യൻ. മനുഷ്യൻ എന്നത് അള്ളാഹുവിന് സിട്ടാവായ അള്ളാഹുവിന് നിർബന്ധമുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ട 8 കോടിയോളം വരുന്ന ജീവജാലങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ആ ജീവജാലങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യനായ മനുഷ്യൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അനുഭവിച്ചതോ ഈ ലോകത്തുള്ള 8 കോടിയോളം വരുന്ന ജീവജാലങ്ങളിൽ പടച്ചതമ്പുരാൻ ആദരിച്ചു ബഹുമാനിച്ചു വിട്ട വലഖദ് കർറംനാ ബനി ആദം വലഖദ് കർറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്ർ വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. ജഗന്നേന്താവായ സർവ്വലോകത്തിന്റെയും ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിർബന്ധമുണ്ട്, മനുഷ്യ നീ മാമത്തുകളെ പോലെയല്ല, നീ ദിനോസറുകളെ പോലെയല്ല, ഈ ഭൂലോകത്തുള്ള 8 കോടി ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യന്. 7,99,99,999 ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത് മറ്റൊന്നുമല്ല. വലഖദ് കർറംനാ ബനി ആദം, ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിട്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ആദരിച്ചു എന്ന് മാത്രമല്ല, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഈ പ്രപഞ്ച ലോകത്ത് അല്ലാഹുവിന്റെ ഖലീഫയായി അല്ലാഹു നിശ്ചയിച്ചതാണ് മനുഷ്യനെ. ഈ ലോകത്തിന്റെ ഖിയാമത്ത് നാൾ വരെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ മനുഷ്യന്റെ തലമുറ ഈ ലോകത്ത് നിലനിൽക്കണമെന്ന് അല്ലാഹുവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാനവാ മനുഷ്യ, ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ 18 വർഷം വരെ ഒറ്റയ്ക്ക് താമസിച്ച ഒരു സ്ത്രീ, 21 വർഷക്കാലം ഒറ്റയ്ക്ക് താമസിച്ച ഒരു പുരുഷൻ, എന്തിനാണ് ഞങ്ങൾ ഇനി ഒരാണ് പോയി പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നത്? എന്തിനാണ് വിവാഹ ജീവിതത്തിലോട്ട് കടന്നു പോകുന്നത്? ഈ ആർഭാടങ്ങൾ എന്തിന്? ഈ കൂട്ടിച്ചേർക്കലുകൾ എന്തിന്? ഈ വൈവാഹിക ജീവിതത്തിന്റെ സങ്കീർണതകൾ എന്തിന്? ഈ പ്രയാസങ്ങൾ എന്തിന്? സഹോദര സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹു ഈ കൂടിച്ചേരലിനെ, വിവാഹത്തെ തീരുമാനിച്ചത് മനുഷ്യന്റെ തലമുറ ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയാണ്. മനുഷ്യ നീ പക്ഷികളെ പോലെയല്ല, പറവകളെ പോലെയല്ല, നാൽക്കാലികളെ പോലെയല്ല, ഏകകോശ ജീവിയായ അമീബയെ പോലെയല്ല. പക്ഷികളും പറവകളും വിവാഹം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, കാരണം മനുഷ്യൻ അങ്ങനെയല്ല. അവനെ അല്ലാഹു ആദരിച്ചവരാണ്, അല്ലാഹു ആദരിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം ഭൂമിയിൽ അവസാനിക്കുന്നതല്ല. ഈ ദുനിയാവ് കഴിഞ്ഞ് ഖബർ കഴിഞ്ഞ് മഹിഷറയിലെത്തി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് മനുഷ്യ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലനിൽപ്പിനാണ് വിവാഹത്തെ അല്ലാഹു നിശ്ചയിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
ഒരു വിശ്വാസികൾ എന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഈ പ്രസംഗം ലൈവായി പോകുന്നുണ്ടാവാ. ഈ വിവാഹത്തിന്റെ നിയമങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് പ്രാഥമികമായി പറയട്ടെ. നാളെ വിവാദങ്ങളോ ട്രോളുകൾ ഉണ്ടായാലും ഞാനിത് പറയുന്നത് മതവിശ്വാസികളോടാണ്. മതത്തിലടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ഭൂമിക്കപ്പുറം നാളെ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പിൽ പരലോകത്തൊരു ജീവിതമുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ഭൂമിയിൽ ചെയ്യുന്നതിനെല്ലാം പടച്ചവന്റെ മുമ്പിൽ വിചാരണ നേരിടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മതവിശ്വാസികളോടാണ് ഈ മതത്തിന്റെ നിയമങ്ങൾ പറയുക. ഭൗതികവാദികളോടല്ല, നിരീശ്വരവാദികളോടല്ല, സന്ദേഹവാദികളോടല്ല, അല്ലാഹുവിലും അടിയുറച്ച് വിശ്വസിക്കുന്ന മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും ഏകനായ ഈ ദുനിയാവിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും എനിക്ക് ജന്മം നൽകുകയും എനിക്ക് ആവശ്യത്തിന് ഭക്ഷണവും ആരോഗ്യവും ആഹാരവും എന്ന് വേണ്ട, ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമുള്ള എല്ലാം തരുന്ന എന്റെ റബ്ബിന്റെ നിയമത്തിന്റെ പുറകിലാണ് എന്റെ ജീവിതമെന്ന് അടിയുറച്ചു വിശ്വസിക്കുന്നവരോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് പുരോഗമനവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും പുതിയ നിയമങ്ങളെ നമ്മുടെ യുവാക്കളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോ വിവാഹം വേണ്ട, കുടുംബജീവിതം സങ്കീർണമാണ്. ആരെ കണ്ടാലും ഒരു പെണ്ണിനെ കണ്ടാലും ഭോഗിക്കുക, അവളുമായി കിടപ്പറ പങ്കിടുക, അവളോടുള്ള ആസക്തി തീർന്നാൽ അടുത്തവളുടെ കിടപ്പറയിലോട്ട്, ഇങ്ങനെ ആണും പെണ്ണും അവന്റെ ആസക്തിക്ക് മാത്രം ഭോഗിക്കുകയും ആസക്തി തീർന്നാൽ വലിച്ചെറിയുകയും അടുത്തവളുടെ കിടപ്പറയുടെ ചൂടും ചൂരും അനുഭവിക്കുന്ന പുതിയ കാലങ്ങളെ നമ്മുടെ യുവാക്കളിലേക്ക് വലിച്ചു കയറുമ്പോ മാനുഷികത എന്താണ്, ദൈവീകത എന്താണ്, നന്മയേത് തിന്മയേത്, നീതിയേത് അനീതിയേത്, സത്യമേത് വെളിച്ചമേത്, ശ്ലീലമേത് അശ്ലീലമേത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കലാലയങ്ങളുടെ ഉള്ളിൽ പോലും കാരൊടുക്കിന്റെ കാലഘട്ടത്തിന്റെ കാലൊച്ചകൾ കാലേ കൂട്ടി കണ്ടറിയുന്ന കാവൽപ്പണി ആളുകളെ പിണഞ്ഞെടുക്കേണ്ട കലാലയത്തിന്റെ കന്മതിലുകളുടെ ഉള്ളിൽ ഈ നിരീശ്വരവാദത്തിന്റെ കുടുംബജീവിതത്തെ തള്ളിപ്പറയുന്ന ഒരു മനുഷ്യന്റെ ലൈംഗികതയ്ക്ക് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്ന അവകാശവാദങ്ങൾ കടന്നു വരുമ്പോ പുതിയ സിനിമകളും സംവിധായകരും അവരുടെ മെസ്സേജുകളെ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നവരും സഹോദരാ സഹോദരി വേണ്ട, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾക്ക് വിശുദ്ധമായ ജീവിതത്തിൽ സമാധാനം വേണോ? ആ സമാധാനം സംവിധായകൻ പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ തെറ്റായി തോന്നിയത് കുടുംബജീവിതമാണ് സഹോദര. അല്ല അല്ല, അത് ഓരോരുത്തരുടെ അനുഭവങ്ങൾക്കനുസരിച്ചാണ്, ഓരോരുത്തരുടെ ജീവിതത്തിൽ കിട്ടുന്നതനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണോ? സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകണോ? എവിടെയാണ് നിങ്ങളുടെ സമാധാനം ഉണ്ടാകുന്നത്? യുവാക്കളെ, യുവതികളെ, ഞാനിവിടെ വന്നപ്പോഴേ എല്ലാവരും പറഞ്ഞു യുവാക്കളോടൊരു വിഷയം പറയണം. ആ യുവാക്കളുടെ വിഷയം മദ്യമല്ല, അവരുടെ വിഷയം ലഹരിയല്ല. അവരുടെ ഇടയിലേക്കും മതവിദ്വേഷത്തെ കുത്തിവെക്കുകയും കുടുംബജീവിതത്തെ തള്ളിപ്പറയുകയും സ്വതന്ത്ര ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പണ്ട് കാലത്ത് നമ്മൾ ഇന്ന് തായ്ലൻഡിലും പട്ടായയിലും ആളുകൾ പോകുന്നത് പോലെ ഇനി ഒരു കാലത്ത് കേരളത്തിന്റെ തെരുവോരകളിലെ വേശ്യപ്പെണ്ണുങ്ങളെ പുരുഷ ശരീരത്തെ മാടി വിളിക്കുന്ന ലൈംഗികതയുടെ ആരാധകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ, ലൈംഗിക ആരാധകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ഇടയിൽ അല്ലാഹുവിന്റെ നിയമം എന്തെന്നറിയോ? ഇത് മുസ്ലിമിന്റെ മാത്രമല്ല, ഹൈന്ദവന്റെ മാത്രമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എവിടെയാ കിട്ടുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന് രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ട് എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ആദികളും വ്യാധികളും കടങ്ങളും ടെൻഷനുകളും ഒക്കെയായി പുരുഷ നീ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ ചുട്ടുപടുക്കുന്ന ഈ വെയിലത്ത് കിടന്ന് നീ കട്ടപ്പെട്ട് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് നീ പെടാപ്പാടുപെടുമ്പോ 1000 സങ്കടങ്ങളുടെ മാറാപ്പുമായി വരുമ്പോ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം കിട്ടുന്നത് എവിടെ നിന്നാണ് ജീവിതത്തിൽ സമാധാനം കിട്ടുക? എന്നെ കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട്, സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങകലെ ഈ
വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകളെ സ്വായത്തമാക്കിയപ്പോ കുമിഞ്ഞു വന്നുന്ന ബാർ ഹോട്ടലുകളിലെ അരണ്ട നീള വെളിച്ചത്തില് നുരഞ്ഞു പുതയുന്ന ബാർ ഹോട്ടലുകളുടെ കുപ്പികളുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴല്ല ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അരിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊഴുപ്പും ചിതാനന്ദലബ്ധിക്കും മറ്റെന്തു വേണം എന്ന് പാടിയിട്ട് ബാറുകളിലും കഞ്ചാവിലും ലഹരിയില് സമാധാനം തേടുന്ന യുവതലമുറകള് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പടച്ച തമ്പുരാൻ പറയാ, നിന്റെ മനസ്സിന് സമാധാനം വേണോ? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാദൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സൂറത്തു റൂമിലെ ഒരേ ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അല്ലാഹു പറയാണ്, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തമാണ്, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ഇണകളെന്നറിയോ? ഭാര്യക്ക് ഭർത്താവ് എന്തിനാ, ഭർത്താവിന് ഭാര്യ എന്തിനാ? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളുടെ ഹൃദയത്തിന് പരസ്പരം സമാധാനം ഉണ്ടാവാനാ. ഈ റിഫായി നേർച്ചയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വൈവാഹിക കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവണോ? അല്ലാഹ് പറയാണ്, ലിതസ്കുനൂ ഇലൈഹാ, പ്രയാസങ്ങൾ വരുമ്പോ പരസ്പരം സമാധാനം കിട്ടാൻ കഴിയുന്നത് ഭാര്യ ഭർത്താവിനാണ്, ഭർത്താവിന് ഭാര്യക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നിങ്ങളുടെ ഇണകൾക്ക് നിങ്ങൾക്ക് തരാൻ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് സമാധാനം വേണോ? ആ സമാധാനം ലിതസ്കുനൂ ഇലൈഹാ, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിലാണ് എന്ന് ഖുർആൻ. കുടുംബജീവിതമാണ് എന്റെ പാളിച്ച എന്ന് സംവിധായകൻ അല്ല. ഏറ്റവും വലിയ സന്തോഷം എവിടെയാ? ഒരു മനുഷ്യന്റെ സന്തോഷം കിട്ടുന്ന സ്ഥലം അവന്റെ വീടാണ്.